കുട്ടിപ്പട്ടാളത്തിന് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ കുറച്ച് ഏത്തപ്പഴം അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അത് വെച്ച് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ മിണ്ടാനും പറയാനും ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ തന്നെ എന്നോട് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ജോലി ചെയ്യാറ്. ആ പാട്ടയിൽ നോക്കുമ്പോൾ കുറച്ച് അവലും ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ അവലും ഏത്തക്കയും വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ പോയത് കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് നമ്മുടെ ഏത്തപ്പഴം തൊലി കളഞ്ഞ് നല്ല ഭംഗിയിൽ 3 എണ്ണം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, തീയൊക്കെ കത്തിച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് എടുത്തൊഴിക്കാൻ പോവുക. ഈ നെയ്യുടെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല. പിന്നെ എങ്കിലും മക്കൾ വൈകിട്ട് വരുമ്പം ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ള അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അളവിൽ ഇതൊക്കെ എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ സിമ്പിളായിട്ട് എനിക്കിനി പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഏത്തക്കയൊക്കെ നെയ്യിൽ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് കുറച്ച് തേങ്ങ തിരുമിയിട്ട് വരാം. അങ്ങനെ ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് പോവുകയാണ്. എന്നിട്ട് പോയി വന്ന് തേങ്ങയും തിരുങ്ങിയിട്ട് ഇനി വേണ്ടത് എന്താണെന്നറിയോ, മധുരം ആണല്ലോ മക്കൾക്കൊക്കെ ഇഷ്ടം. അന്നേരം ഞാൻ കുറച്ച് ശർക്കരയൊക്കെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയേ ശർക്കര ഇടാം കേട്ടോ. ഞാൻ ഇവർക്ക് അത്യാവശ്യം മധുരം ഇഷ്ടമായതുകൊണ്ട് ഒരു 3-4 സ്പൂൺ അങ്ങ് ഇട്ടു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളും എടുത്തോ. അതിന് ശേഷം നമ്മൾ തേങ്ങയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം എന്താ പറയുക, നമ്മുടെ ഈ പളനിയിൽ നിന്ന് പഞ്ചാമൃതം കിട്ടുമല്ലോ, ഇത് 3ഉം കൂടി ഇട്ട് ഇളക്കി ആ ഒരു പരുവത്തിലെത്തിക്കണം കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, മണം എത്രത്തോളം ഇഷ്ടമാണോ അത്ര ഇട്ടോ. ഞാനിവിടെ ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിനായിട്ട് അവൽ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് ഇളക്കത്തോളം. അവൽ നല്ല മുരുമുര ആവുന്നത് വരെ ഒരു 2 മിനിറ്റ് അതിലോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് നേരെ വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തിന്നാൻ പോവല്ല, കാരണം തിന്നാനാണെങ്കിൽ ഒരു ഭംഗി വേണമല്ലോ. അപ്പം നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുത്ത് ഇപ്പോൾ ഒരു 4 കിലോ നല്ല കോലമായില്ലേ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ വേറൊരു പാട്ടയിലോട്ട് ഇടുക കേട്ടോ. എന്തിനാണെന്നറിയോ, എൻ്റെ മോൻ സ്കൂൾ ബസ്സിൽ നേരെ ട്യൂഷൻ ഇറങ്ങുന്നത്. അപ്പോൾ അവന് ബസ്സിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ കൊട്ടാരം. എൻ്റെ കൊട്ടാരത്തിൽ നിന്നൊരു 3 വീട് കഴിഞ്ഞാൽ കാണുന്നത് മെയിൻ റോഡാണ്. നമ്മൾ ബസ് കാത്ത് നിൽക്കുന്നത് ഈ വായനശാലയുടെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. എൻ്റെ മോൻ അവൻ ഫുഡ് കൊണ്ടുപോയി കിറ്റൊക്കെ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ അവനുള്ള സ്നാക്സ് കൊടുത്തു. ഇനി എൻ്റെ കാന്താരി മുളക് രാജകുമാരി ഇറങ്ങി വരുന്നുണ്ട്. ബാഗൊക്കെ എന്നെ ഏൽപ്പിച്ചു. അവൾ കുഴഞ്ഞു പോയി, എടുക്കാൻ വയ്യ. അങ്ങനെ കഥകും തള്ളി തുറന്ന് പെരയ്ക്കകത്തോട്ട് നേരെ പോവുക. സ്ഥിരമായിട്ട് ആദ്യം പോയി നോക്കുന്നത് കഴിക്കാൻ എന്താണെന്നാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ടുള്ളൊരു തുള്ളിച്ചാട്ടമാണത്. പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഇരുന്ന് കഴിക്കുന്നു. ഇനി അടുത്ത പരിപാടി ട്യൂഷന് പോക്കാണ്. ഇപ്പോൾ എനിക്ക് കൊല്ലം വരെ പോകണമായിരുന്നു. അപ്പോൾ എന്തായാലും അവളെയും പോകുന്ന വഴിക്ക് ഇറക്കാമെന്ന് കരുതി ഇന്നൊരു ഓട്ടോ സവാരി ആയിരുന്നു. ഇതാണ് അവളുടെ ട്യൂഷൻ വീട്. അവിടെ നിറയെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്.